മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ വലിയ വിമർശനമുണ്ട്. KPCCയിൽ തന്നെ വിമർശനമുണ്ട്. അതായത് ഭാര്യ സഹോദരനായ ബെന്നി തോമസിനെയാണിപ്പം പേഴ്സണൽ സ്റ്റാഫായിട്ട് വെച്ചേക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ബന്ധു നിയമനം വരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും വിവാദങ്ങൾ ഉണ്ടാവും. പുറത്തുനിന്ന് വിവാദങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമായിട്ടും അറിയാവുന്നത് കൊണ്ട് തന്നെ KPCC ഇപ്പോൾ ഇതിനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു തെറ്റായ പ്രവണതയാണ്. ബന്ധു നിയമനം എന്ന് പറഞ്ഞാൽ ഇതിപ്പം തെറ്റായ മാതൃകയാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം സണ്ണി ജോസഫ് ഏബിൾ ആയിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിവുള്ള ഒരു നേതാവാണ് അദ്ദേഹം. ഒരുപക്ഷെ KPCC അധ്യക്ഷനായി ഇരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അദ്ദേഹം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് വലിയ പ്രയോജനമുള്ള വകുപ്പൊന്നുമല്ല, അത് വൈദ്യുതി വകുപ്പാണ്. അപ്പോൾ അതിന്റെ കാരണം എന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ഒരു ആള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡാണ് അതിന്റെ തീരുമാനം. പിന്നെ ഇതിന്റെ ഒരു മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഒരു മന്ത്രി ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ ഈ വൈദ്യുതി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹം മന്ത്രിയാണ്. ഇപ്പൊ ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള പോസ്റ്റിലാണ് ശരിക്കും ഈ ബെന്നി തോമസിനെ ഇപ്പൊ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു വലിയ ഗുണമെന്ന് അല്ലെങ്കിൽ ഈ പോസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രി ഇല്ലാത്ത സമയത്ത് മന്ത്രിയുടെ അവകാശങ്ങൾ കൂടി അല്ലെങ്കിൽ മന്ത്രിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കാര്യം നടപ്പിലാക്കാൻ യോഗ്യതയുള്ള ഒരാളായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിൽ വരുന്നത്. അപ്പോൾ അത് മന്ത്രിയില്ല, മന്ത്രിയുടെ അഭാവത്തിൽ മന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, സൈൻ ചെയ്യലും ബാക്കിയുള്ള കാര്യങ്ങളല്ല, അല്ലാതുള്ള കാര്യങ്ങൾ മേൽനോട്ടം വഹിച്ച് കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ഒരു പോസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നി ഈ മന്ത്രിസഭയിലെ തന്നെ രണ്ടാമത്തെ മന്ത്രിയാണ് ഇപ്പോൾ ഈ പേരുദോഷം കേൾക്കുന്നത്. ഒന്നാമത്തെ മന്ത്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിന്ദു കൃഷ്ണയാണ്, കൊല്ലത്ത് നിന്നുള്ള. ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം BJP നേതാവിനെ അല്ല BJP പ്രവർത്തകനെ പിടിച്ച് പ്രൈവറ്റ് സെക്രട്ടറി ആക്കി വെക്കുന്ന മണ്ടത്തരം കാണിച്ച ഒരാളാണ് ബിന്ദു കൃഷ്ണ. അപ്പം അവിടെ അങ്ങനെ നിൽക്കുന്നു. ഇവിടെ നോക്കൂ, സണ്ണി ജോസഫ് ഈ പറയുന്ന ബന്ധു നിയമനം നമ്മൾ ആലോചിക്കേണ്ടത് ഇവരിയ്ക്കുന്ന സമയത്ത്, അതായത് LDF ഇരിക്കുന്ന സമയത്ത് LDF ഇത്തരത്തിലൊരു നിയമനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു സ്വജനപക്ഷപാതപരമായി ഒരു നിയമനം നടത്തി. അത് എനിക്കൊന്ന് KT ജലീലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, EP ജയരാജന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരു ബന്ധു നിയമനം നടത്തിയതിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്ന ഒരു മന്ത്രിയാണ് EP ജയരാജൻ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമനം നടത്തിയത് വിവാദമായി. UDF അതിനെ വലിയ ശക്തമായ രീതിയിൽ ഒരു പ്രചരണമാക്കി മാറ്റി. പിന്നീട് അതിനെ തുടർന്നിട്ട് ഈ പറയുന്ന EP ജയരാജന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പിന്നീട് ചിറ്റപ്പൻ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും ചിറ്റപ്പൻ എന്നുള്ള പേരിൽ അദ്ദേഹത്തെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥയും കേരളം കണ്ടുകൊണ്ടിരുന്നതാണ്. എനിക്കിപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമുള്ളത് ഇങ്ങനെ ഒരു നിയമനം നടന്നു എന്നുള്ളതാണ്. ഈ നിയമനം അപ്പോൾ പറയാം, പുള്ളി ഭയങ്കര കഴിവുള്ള DC സെക്രട്ടറി ആയിരുന്നു, ശരി തന്നെ. അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സമ്മതിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്, ശരി തന്നെ, സമ്മതിക്കുന്നു. ഇതൊക്കെ ആയിരിക്കുന്ന നിരവധി കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂരിലില്ലേ? കണ്ണൂരിൽ ഇതുപോലെ അല്ലെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന മുന്നോട്ട് നിൽക്കുന്ന നേതാക്കന്മാർ പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ വേറെ കണ്ണൂർ ജില്ലയിൽ ഇല്ലേ? ഉണ്ടാവണമല്ലോ. എന്തുകൊണ്ട് അവരെ ചൂസ് ചെയ്തില്ല? ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന കണ്ണൂർ ആകപ്പാടെ ഒരൊറ്റ പഞ്ചായത്തേ ഉള്ളൂ കണ്ണൂർ ജില്ലയിൽ, അല്ലല്ലോ. ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ആകെ ഒരു ഗ്രാമപഞ്ചായത്തേ ഉള്ളൂ, അല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് നിൽക്കുന്ന, ഒരുപക്ഷെ ബെന്നി തോമസിനെക്കാട്ടിൽ എഫിഷ്യന്റ് ആയിട്ട് നിൽക്കുന്ന നിരവധി പാർട്ടി പ്രവർത്തകരില്ലേ, കോൺഗ്രസ്സുകാരില്ലേ? എന്തുകൊണ്ട് അവരെ കൊണ്ടുവന്നുകൂടാ? അവരെ കൊണ്ടുവന്ന് സ്വന്തം, അത് പ്രൈവറ്റ് സെക്രട്ടറി പോലെ ഏകദേശം നല്ല 1 ലക്ഷത്തിന് മേലെ 1.5 ലക്ഷം രൂപ എങ്ങാണ്ട് ശമ്പളം ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അത്രയും ശമ്പളത്തിന് പോസ്റ്റ് ചെയ്യുകയാണ്. ഇത് കൂടാതെ ആനുകൂല്യങ്ങൾ വേറെയുണ്ട്, പിന്നെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ അത് കഴിഞ്ഞ് വേറെയുണ്ട്. അപ്പൊ ഇതെല്ലാം കൊടുത്തിട്ട് സ്വന്തം ബന്ധുക്കളെ തന്നെ നിയമിക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? അപ്പം അത് തെറ്റായ ഒരു പ്രവണതയാണ് കേരളത്തിൽ കാണിച്ചു കൊടുക്കുന്നതെന്ന് ഉറപ്പാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇക്കാര്യങ്ങളിലൊക്കെ മന്ത്രിമാര് എന്താ പറയാ ചിലത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ മന്ത്രിമാരെല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധാലുക്കളാവേണ്ടത് ആവശ്യമാണ്. പിന്നെ പൊതുവെ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വകുപ്പിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഈ പറയുന്ന സണ്ണി ജോസഫ് കഴിവുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ MLA ആയിട്ടും ഇപ്പം മന്ത്രിയായിട്ടും ഒക്കെ ഒടുവിലിരിക്കുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ആ വകുപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പം നമ്മൾ ഈ മന്ത്രിസഭ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം വിവാദങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു വകുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് ഇന്ന് ശിശുക്ഷേമ വകുപ്പ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ബിന്ദു കൃഷ്ണ. അപ്പൊ ഒരിക്കലും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മന്ത്രിയായിട്ട് ഈ 5 വർഷം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് തോന്നുന്നില്ല ബിന്ദു കൃഷ്ണയെ കൊണ്ട് കഴിയുന്നു.
അതോടൊപ്പം തന്നെ അതിൽ അടുത്ത ഒരാൾ സണ്ണി ജോസഫാണ്. സണ്ണി ജോസഫിനെ കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. പിന്നെ ആരോഗ്യവകുപ്പ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കെ മുരളീധരനാണ്. പക്ഷെ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ആളിന് കഴിവുണ്ട്. കെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ കരുണാകരന്റെ മകനാണ്. പണ്ട് ആരോ ചോദിച്ച പോലെ അച്ഛൻ ആനപ്പുറത്തിരുന്ന മകന് മാതത്തഴം ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കെ മുരളീധരനെ കുറിച്ച് ചോദിച്ച ചോദ്യമാണ്, പണ്ട് കുറെ കാലമായി. അപ്പം ഈ പറയുന്ന കെ മുരളീധരന് കഴിവുണ്ട്, പക്ഷെ ആ വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശേഷിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഈ 15 അല്ലെങ്കിൽ 20 ദിവസം കൊണ്ട് അദ്ദേഹം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയേണ്ടി വരും. അപ്പം ഇങ്ങനെ കുറെ എന്താ പറയുക, കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുള്ള കുറെ വകുപ്പുകൾ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുള്ള കുറച്ചധികം മന്ത്രിമാർ ഇപ്പോൾ ഈ UDF മന്ത്രിസഭയിലുണ്ട് എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. പിന്നെ മറ്റൊരാൾ അഫ്കോഴ്സ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, അദ്ദേഹവും അതിന് പറ്റിയ അതായത് രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പിൽ ഭരിച്ചിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് ഉള്ള ആള് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ആരോപണങ്ങൾ LDF-നെതിരായി ഉന്നയിച്ചിട്ടുണ്ടോ അതിനൊക്കെ പ്രതിവിധി കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതായത് LDF-നെ രാഷ്ട്രീയമായി പഞ്ഞിക്കിടുക എന്നുള്ള ലക്ഷ്യം. അപ്പൊ ഇവിടെ രാഷ്ട്രീയമായ പകപോക്കലാണോ ആക്ച്വലി ഇവിടെ വേണ്ടത്? അല്ല, രാഷ്ട്രീയമായ പകപോക്കലല്ല വേണ്ടത്. ആ വകുപ്പിന് ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ നല്ലൊരു മൂവ്മെന്റ് ആണ്, അതിനകത്ത് നമുക്ക് യാതൊന്നും പറയാനില്ല. പക്ഷെ ഈ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തല തുടങ്ങി വെച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും പാതി വഴി നിലച്ചുപോയ സാഹചര്യമാണുള്ളത്. നമുക്കറിയാവുന്ന പോലെ ഇപ്പം എന്താ പറയാ, ഓപ്പറേഷൻ കുബേര നല്ലൊരു പദ്ധതിയായിരുന്നു. ഇവിടുത്തെ ബ്ലേഡുകാരെ പിടിച്ച് പൂട്ടുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ പലിശക്കാർക്കെതിരായി നടത്തിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു. എന്നിട്ട് ഓപ്പറേഷൻ കുബേരയുടെ അവസ്ഥ ഇപ്പൊ എവിടെയാണ്, എവിടെ ചെന്ന് നിൽക്കുന്നു? അപ്പോൾ അതുപോലെ തൂഫാൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ അതും എവിടെ ചെന്ന് നിൽക്കും? ഇതിന്റെ ഒരു അന്ത്യം കാണാൻ കഴിയണം. 5 വർഷം സമയമുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക്. ഈ 5 വർഷം സമയം കൊണ്ട് വേണമെങ്കിൽ ഇതിന്റെ എൻഡ് കണ്ടുപിടിച്ച് ഈ പറയുന്ന സർക്കാർ 5 വർഷം കാലാവധി പൂർത്തിയാക്കി 2031 തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ കേരളത്തെ എന്താ പറയാ ലഹരി വിമുക്തമാക്കി എന്ന് പറയുന്ന വലിയൊരു ടാഗ് ലൈൻ കൊടുക്കാൻ സാധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു പ്രോജക്റ്റാണ് ഈ തൂഫാൻ എന്ന് പറഞ്ഞാൽ അതിനൊരു യാതൊരു ഗുണവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അപ്പം ഈ പറയുന്ന 1-2 വകുപ്പുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല വകുപ്പുകളും അതിന് കഴിവുള്ളവരൊന്നും അല്ല ഇരിക്കുന്നത്. ഈ പലരുടെയും ഇത് എനിക്ക് തോന്നുന്നു എന്താ ഷംസുദ്ദീൻ എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, പുള്ളിയൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടേണ്ടതുണ്ട്. ഇനിയിപ്പോ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ഇരട്ട നിലപാട്? ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ നിലപാട് ഇതാണ്, അതേസമയം ഞങ്ങൾ ഭരണപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തോന്നിയ പോലെ ചെയ്യും എന്ന് പറയുന്ന ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന പരിപാടിയല്ലേ. PM ശ്രീ പദ്ധതിയിൽ ഇവിടെ V ശിവൻകുട്ടിയെ അന്ന് സംഘിക്കുട്ടൻ എന്ന് വിളിച്ചിട്ടാണ് മറ്റേ രാഹുൽ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ പെണ്ണുപിടിയെ, പുള്ളി സംഘിക്കുട്ടൻ എന്നാണ് വിളിച്ചത്. സംഘിക്കുട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് V ശിവൻകുട്ടിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരാളാണ് ഈ പറയുന്ന പെണ്ണ് കേസിൽ പിടിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞൊരു നേതാവ്. അപ്പൊ അവിടെ നിന്ന് എന്നാൽ ഇപ്പൊ എന്തുകൊണ്ട് മാറ്റുന്നില്ല? ഷംസുദ്ദീൻ വന്നപ്പോൾ ഞങ്ങൾ PM ശ്രീ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് തന്റെ ഇടത്തോടു കൂടി പറയാനുള്ള ആർജവമുണ്ടോ? ഉണ്ടോ? അങ്ങനെ അത് കാണിക്കണ്ടേ? അത് ലീഗിനെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി തന്റെ ഇടത്തോടെ പറയാൻ പറ്റും ഞങ്ങൾ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നില്ല എന്ന് പറയണം. അതിനാർജവുമില്ല. അപ്പം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ സർക്കാർ ചെയ്തു വെച്ചതിനെ മുഴുവൻ കുറ്റം പറയുകയും എന്നിട്ട് അതിനെ തിരുത്താൻ തയ്യാറാകാതെ നിൽക്കുന്നവരാണ് ഇന്നത്തെ ഈ പറയുന്ന UDF മന്ത്രിസഭയിലുള്ളത്. അത് മാറണം. ആ രീതി മാറിക്കൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും തെറ്റുകൾ തിരുത്തപ്പെടുകയും ചെയ്യണം. ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞ പോലെ പെട്രോളിന്റെ ഡീസലിന്റെ വില വർധനവ് അവര് എടുത്ത സമയത്ത് നിങ്ങൾ അധിക നികുതി വേണ്ടത് വയ്ക്കണം എന്ന് പറഞ്ഞവരാണ് UDF. എന്നിട്ട് ഇവര് വന്നപ്പോ എന്താ ചെയ്യുന്നത്? ഞങ്ങൾക്കത് വേണം, ഞങ്ങൾക്ക് അധിക നികുതി വേണം, അധിക വരുമാനം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ ആ മണ്ടത്തരം കാണിക്കില്ല എന്ന് നിയമസഭയിൽ പച്ചയ്ക്ക് പറയാൻ അവരെ കൊണ്ട് സാധിച്ചു. അപ്പൊ ഇവിടെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന സാധനം. ഇത് പൊതുജനം തിരിച്ചറിയണം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ തേഞ്ഞൊട്ടിയതാരാ? സാധാരണക്കാരാണ്. സാധാരണക്കാർ വിചാരിച്ച എന്താ? അതാണ് അവരുടെ നിലപാട്. ആ നിലപാട് അവർ ആവർത്തിക്കും. അതായത് അവരുടെ ആ പറയുന്ന പെട്രോളിന്റെ ഡീസലിന്റെ വിലയിൽ നല്ലൊരു 3-4 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ലാഭം വരും നമ്മൾ ആലോചിച്ച് നോക്കൂ ലിറ്ററിന്. അപ്പം ഈ ഒരു മാറ്റം ശരിക്കും ഉണ്ടാകുമെന്ന് കരുതിയ ജനങ്ങൾ വിഡ്ഢികളായി. സത്യത്തിൽ അതാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ഒരാളാണ് ഈ പറയുന്ന സണ്ണി ജോസഫ് എന്ന് പറയുന്ന നമ്മുടെ സണ്ണി വക്കീൽ. അപ്പൊ ആ സണ്ണി വക്കീലിനെ കൊണ്ട് ഇനിയിപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് UDF EP ജയരാജനെതിരെ എടുത്ത ഒരു മൂവ്മെന്റ് ഈ പറയുന്ന LDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകാത്തത്? LDF ശരിക്കും പറഞ്ഞാൽ LDF താണു നിൽക്കുകയാണ്, തണുത്ത് നിൽക്കുകയാണ്. ശരിക്കുമുള്ള LDF-ഓ അല്ലെങ്കിൽ ശരിക്കുമുള്ള ഒരു DYFO CPM-ഓ ഒന്നും ഇങ്ങനെ അല്ല. ശരിക്കും പറഞ്ഞാൽ CPM-നെ വിമർശനാത്മകമായി തന്നെ നമുക്ക് കാണേണ്ടി വരും. കാര്യം CPM ആണെങ്കിലും LDF ആണെങ്കിലും ഈ പറയുന്ന വിഷയത്തിൽ ഒരു മൂവ്മെന്റ് നടത്തുന്നില്ല.
PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ യൂത്തന്മാർ ഇറങ്ങിയായിരുന്നു. ഈ യൂത്തന്മാർ ഇറങ്ങിയതുപോലെ തന്നെ എന്തുകൊണ്ട് PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നടപ്പിലാക്കാനുള്ള നീക്കത്തിനെ ചെറുക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഇവിടുത്തെ യുവജന സംഘടനകൾക്ക് സംഘടിക്കാൻ സാധിക്കുന്നില്ല? ഈ ബന്ധുത്വ നിയമനത്തിനെതിരെ എന്തുകൊണ്ട് ഇവിടുത്തെ DYFIക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല? അപ്പൊ ഇതെല്ലാം ഇനിയൊരു ശരിക്കും പഴയ ഒരു DYFIയുടെ ഒരു കാലത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക് കൂടി ആയില്ലെങ്കിൽ ഇവിടെ സംഘടനാ ദൗർബല്യം എന്ന് പറയുന്ന ഒരു വലിയ ദൗർബല്യം ഇടതുപക്ഷത്തെയും ബാധിക്കും. ആ ഇടതുപക്ഷത്തെ സംഘടനാ ദൗർബല്യം ബാധിച്ചു കഴിഞ്ഞാണ്ടല്ലോ 2031 ശേഷം ഇവിടെ ഈ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാവില്ല. അതൊരു വാസ്തവമായ കാര്യമാണ്. അപ്പോൾ ഈ സംഘടനാ ദൗർബല്യം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോയി ഈ അളിയൻ വെർസസ് അളിയൻ കളി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.